നമസ്തേ, ഞാൻ ജി കിഷോർ. ABC കാർഗോ പ്രവാസികൾ പറയട്ടെ പവേർഡ് ബൈ സോഴ്സ് ഗ്ലോബൽ LLC, സെലിബ്രേറ്റഡ് ബൈ എലൈറ്റഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഹൈലൈറ്റഡ് ബൈ സ്റ്റേജ് UAE, ഇൻസ്പയർഡ് ബൈ സെലസ്റ്റിയൽ ടെക്നിക്കൽ സർവീസ്, എനർജൈസ്ഡ് ബൈ ക്യാപിറ്റൽ എമിറേറ്റ്സ്. തത്സമയ സംവാദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുവനെ വീഴാതിരിക്കാൻ പഠിപ്പിക്കുന്നത് മാത്രമാവരുത് വിദ്യാഭ്യാസം, മറിച്ച് വീഴുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനും ഓടാനും ത്രാണി പകർന്നു കൊടുക്കുന്നതാവണം യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി. ജയിക്കാൻ പഠിക്കുന്നതോടൊപ്പം തന്നെ തോൽവികളെ നേരിടാനും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. തോൽവികളാണ് വിജയത്തിലേക്കുള്ള പടവുകളെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 2015 ജനുവരി മുതൽ 2 ലക്ഷത്തിലധികം നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന നിരന്തരമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് NEP അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 രൂപീകരിച്ചത്. വിഖ്യാത ശാസ്ത്രജ്ഞൻ പത്മഭൂഷൺ ഡോക്ടർ K. കസ്തൂരിരംഗൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ പുതിയ വിദ്യാഭ്യാസ നയത്തെ പ്രവാസ ലോകം എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഖത്തറിലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രഗത്ഭരാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. ഡോക്ടർ സുഭാഷ് B. നായർ, പ്രിൻസിപ്പൽ, ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ, ഖത്തർ. ശ്രീമതി ആശാ ഷിജു, എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആൻഡ് മോട്ടിവേഷണൽ സ്പീക്കർ, ഖത്തർ. ശ്രീമതി ജ്യോതിലക്ഷ്മി ജയപ്രകാശ്, മുതിർന്ന അധ്യാപിക, ഖത്തർ. സന്ധ്യ പ്രേംചന്ദ്, രക്ഷകർത്താവ്, ഖത്തർ. എല്ലാവർക്കും ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ഡോക്ടർ സുഭാഷ് B. നായറിലേക്ക് പോകുന്നു. സർ, ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് താങ്കൾ. വർഷങ്ങളായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഒട്ടേറെ സിലബസുകൾ കാണുന്നു, ഒട്ടേറെ അക്കാഡമിക്സ് താങ്കൾ അറിയുന്നു. ഇതിലൊക്കെ സഞ്ചരിച്ച് കുട്ടികളുടെ ഫീഡ്ബാക്കും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ താങ്കളും മുന്നോട്ട് പോയത്. 86 വിദ്യാഭ്യാസ നയത്തിൽ നിന്നും ഈ ഒരു 34 വർഷം പിന്നിടുമ്പോൾ ഒരു പുതിയ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങളോടുകൂടിയ ഒരു പുതിയ നയം വരുന്നു. പുതിയ നയത്തെ ഒരു കുട്ടികളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണെങ്കിലും അധ്യാപകൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണെങ്കിലും ഒക്കെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തെ എല്ലാവരും നോക്കിക്കാണുന്നത്. വളരെയധികം പഠനങ്ങൾക്ക് ശേഷം ഒരു കോംപ്രിഹെൻസീവ് പോളിസി ടെക്സ്റ്റ്, ഒരു 60 പേജസ് ടെക്സ്റ്റ് വായിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പല എലിമെന്റ്സും ഈ പോളിസിയിലുണ്ട്. പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥിയെ ഫോക്കസ് ചെയ്ത് വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെ രൂപവൽക്കരിക്കാം എന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ പോളിസിയിൽ അടങ്ങിയിരിക്കുന്നു. പക്ഷെ പോളിസി മാത്രം പോരല്ലോ, അത് പ്രാവർത്തികമാക്കാനുള്ള ആക്ഷൻ പ്ലാൻ, ഒരു പ്രത്യേക ടൈം ലൈനോടുകൂടി ആ ആക്ഷൻ പ്ലാൻ ഉരുത്തിരിഞ്ഞു വരുമ്പോഴാണ് ഈ പോളിസി എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഇപ്പോൾ നല്ല പ്രതീക്ഷയാണ്. കാരണം വർഷങ്ങളായി നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യൻ സ്കൂൾസിൽ ഗ്രാജുവലി കൊണ്ടുവന്ന പല മാറ്റങ്ങളും ഇതിനകത്ത് ഈ പോളിസിയിൽ ഇപ്പോൾ എൻഡോഴ്സ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പറയാറുള്ള ഇൻക്ലൂഷൻ, ഇക്വിറ്റി, പേഴ്സണലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, ഇത്തരം കാര്യങ്ങൾ ഈ പോളിസിയുടെ വളരെ കാർഡിനൽ പോയിന്റ്സ് ആയിട്ട് നിൽക്കുന്നു. ഒരു വിദ്യാർത്ഥിക്ക് പഠനം എന്ന് പറയുന്നത് അറിവ് സിംപ്ലി അക്സെപ്റ്റ് ചെയ്യാന്ന് മാത്രമല്ലല്ലോ. ഈ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ ശരിയായ രീതിയിൽ ഉണ്ടാകണമെങ്കിൽ വിദ്യാർത്ഥിക്ക് എന്ത് ആവശ്യമാണ്, വിദ്യാർത്ഥിയുടെ പഠനം എങ്ങനെ എൻജോയബിൾ ആക്കാം എന്നുള്ള എല്ലാ ആസ്പെക്ട്സും കൺസിഡർ ചെയ്ത് വേണം ഒരു എഡ്യൂക്കേഷൻ പോളിസി, എഡ്യൂക്കേഷൻ സിസ്റ്റം മുന്നോട്ട് പോകാൻ. അപ്പൊ ഈ ഘടകങ്ങൾ ഇതിലുണ്ട്. വെറുതെ നോളജ് അക്വയർമെന്റ് മാത്രമല്ലല്ലോ. അൾട്ടിമേറ്റ്ലി വിദ്യാർത്ഥികൾ നോളജ് ക്രിയേറ്റേഴ്സ് ആകണം. അധ്യാപകരെ ഡിപ്പെൻഡ് ചെയ്തുള്ള പഠനം മാത്രമല്ല അവൻ ആഗ്രഹിക്കുന്നത്. സ്വന്തമായിട്ട് എൻജോയ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൽ നിന്നും ആ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്,
അത് നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ അടിത്തറ ആണ് ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. നമ്മുടെ ഗുരുകുല സിസ്റ്റം ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയി നിന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഇപ്പോ ഈ പോളിസിയിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിലൂടെ കുട്ടി വിദ്യാഭ്യാസം ആർജിച്ചാൽ അവന് സ്കിൽസും കോമ്പിറ്റൻസീസ് എല്ലാം ഉണ്ടാകും. ഏതൊരു സാഹചര്യത്തെയും നേരിടാനുള്ള റെസിലിയൻസ് ഉണ്ടാകും, ആ ലൈഫ് സ്കിൽസ് ഉണ്ടാകും. അത്തരം ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇവിടെ ഒരു സമൂലമായ മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ വളരെ കൺസ്ട്രക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും സംസാരിക്കാൻ ശ്രീമതി ആശാ ഷിജുവിന് കഴിയും. അദ്ദേഹം എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റാണ്, ഒപ്പം മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ്. ശ്രീമതി ആശ, ഇവിടെ ഇപ്പോൾ സാറ് സൂചിപ്പിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ കുറച്ച് വർഷങ്ങൾ പിന്നിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ നിലവിൽ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കൺവെൻഷണൽ രീതിയുടെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് എന്തറിയാം എന്നതിലുപരി എന്തറിയില്ല എന്നല്ലേ നമ്മുടെ പരീക്ഷകൾ പരിശോധിക്കുന്നത്. എത്രമാത്രം കാണാതെ പഠിക്കാൻ അവന് കഴിവുണ്ട്, അതിനനുസരിച്ച് മാർക്ക് കൂടുന്നു. ബൈഹേർട്ട് ചെയ്യാനുള്ള കഴിവ് മാത്രം നോക്കി പലപ്പോഴും മാർക്ക് കൂടുന്നു. ഇങ്ങനെ ആയിരുന്നോ ശരിക്കും നമ്മുടെ ഒരു യാഡ് സ്റ്റിക്കുകൾ വരേണ്ടിയിരുന്നത്? ഒരാളുടെ ടോട്ടാലിറ്റിയുടെ ഒരു വികസനം കൂടി ആവണ്ടേ വിദ്യാഭ്യാസം എന്നൊക്കെ ഒട്ടേറെ നാളുകളായി നടന്ന ചർച്ച, അതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് ഇപ്പോഴത്തെ ഒരു പോളിസി എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? പറഞ്ഞ പോലെ ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മളിപ്പം ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഇസ് എന്താ പറയുന്നത്, വൺ ഓഫ് ദ ബെസ്റ്റ്. എന്തിന് ഇപ്പൊ ഞാൻ സുഭാഷ് സാർ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇപ്പൊ ഒരു കാര്യം നമ്മള് കുട്ടീനെ ഒരു റോട്ട് ലേണർ ആക്കുക. അവര് കാണാപാഠം പഠിക്കുന്നു, അത് അവര് പോയിട്ട് എക്സാമിൽ എഴുതുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അവരെ ടാഗ് ചെയ്യുന്നു, ഓക്കെ ഹി ഈസ് അക്കാഡമിക്കലി എക്സലന്റ്. പക്ഷെ ഈ ഒരു സിസ്റ്റമില് മാർക്സ് മാത്രമല്ല, അവന്റെ ആ ലൈഫ് സ്കിൽസ്, അവന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അവന്റെ പ്രാക്ടിക്കൽ സ്കിൽസ്, അത് എല്ലാം ടോട്ടാലിറ്റിയിൽ നമ്മൾ എടുത്തിട്ടാണ് അവരുടെ ഈവൻ വി ആർ ഗോയിങ് ടു അസസ് ദം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഇതൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നത് ഇറ്റ് വിൽ ബി എൻജോയബിൾ ഫോർ ദം. ഇപ്പൊ ഞാനും ഈ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ്, പക്ഷെ എന്റെ ചൈൽഡ്ഹുഡില് എനിക്ക് ഒരു ഓപ്ഷൻസും ഇല്ല ഇന്ന് ടുവേർഡ്സ് ചൂസിങ് വാട്ട് ഐ വാണ്ട്. ഇപ്പൊ ഞാനൊരു സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിൽ എനിക്ക് സയൻസിന്റെ ആ 3 സ്ട്രീമും മാത്സും എല്ലാം പഠിക്കും. പക്ഷെ ഇന്നത്തെ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റം പറയുന്നത് ഓക്കെ ഐ ലവ് ഫിസിക്സ്, അപ്പൊ ഞാൻ ഫിസിക്സ് എടുത്തു, അതിന്റെ കൂടെ ഐ ക്യാൻ ഗെറ്റ് ഇൻ ടു സംതിങ് ലൈഫ് സ്കില്ലിന്റെ വെല്ലോം എനിത്തിങ്, മേ ബി ഐ എം ഗുഡ് അറ്റ് ആർട്ട്, അപ്പൊ ഐ ക്യാൻ ഗെറ്റ് ഇൻ ടു ആർട്ട്. അപ്പൊ ഇതൊരു ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആ. ഇന്നത്തെ കാലത്ത് വാട്ട് വി നീഡ് ഇസ് എ ഹോളിസ്റ്റിക് ലേണർ. And EU education policy is going to build up that student holistically. And അത് അവരുടെ ജീവിതത്തില് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മള് എപ്പോഴും ഈ ഒരു പണ്ടത്തെ സിസ്റ്റം അനുസരിച്ച് വി ഓൾവേസ് അവരെ ചാലഞ്ച് ആയിരുന്നു ഈ മാർക്സ്, ഈ സ്കോർ. ഈവൻ ആസ് പേരൻസ്, ആസ് ടീച്ചേഴ്സ് നമ്മൾ എപ്പോഴും അവരോട് പറയും ദിസ് ഇസ് യുവർ ടാർഗറ്റ്, ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ഡു. അപ്പൊ ഇപ്പൊ ഈ ഒരു അപ്രോച്ച് വരുമ്പോൾ ആ കുട്ടികൾക്കും ആ ഒരു എഡ്യൂക്കേഷനിൽ പഠിക്കാനും അവർക്കൊരു ഓപ്പൺ മൈൻഡഡ്നെസ് വരും. അവർ ദിൽ എൻജോയ്, അവർക്ക് ഇഷ്ടപ്പെടും, അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്ക് അവർ പോണ്. പിന്നെ അവര് ഈ മിഡിൽ സ്കൂളിൽ നമ്മള് വി ആർ ഗെറ്റിംഗ് ഇൻ ടു IT സ്കിൽസ്, കോഡിങ്, ദെൻ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ലോട്ട് ഓഫ് വൊക്കേഷണൽ സ്കിൽസ്. അതെല്ലാം അവർക്ക് ജീവിതത്തിൽ കൊണ്ടുപോയി. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ മേ ബി ഞാനൊരു സേ ഫോർ എക്സാമ്പിൾ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരിക്കും, യാ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ ജീവിതത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കൽ യൂസ് ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. ബിക്കോസ് എന്റെ സിസ്റ്റം എന്നെ കൂടുതൽ വെന്റ് ഇൻ ടു ലോട്ട് ഓഫ് റോട്ട് ലേണിംഗ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് ഗോണ bring a big revolution, and our revolution will be for the good of the students. That's what I believe in. Adana എനിക്കുള്ള എൻ്റെ ഒരു the line of thinking for me. It's a big revolution, a big change, പക്ഷെ അത് will be very good for the children. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഈ സിസ്റ്റം. സുഭാഷ് സർ പറഞ്ഞ പോലെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അതാണ് the essence of a learner.
ആ ലേണറിനെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതാണ്. ഇപ്പൊ ഒരു ടീച്ചർ വന്ന് ചുമ്മാ ബുക്കിൽ നിന്ന് വായിച്ച് പഠിപ്പിക്കുന്ന ടീച്ചറിൽ നിന്നും കൂടുതൽ അവർക്ക് ഇഷ്ടമുള്ള ഈ ആക്ടിവിറ്റി ബേസ് ചെയ്ത് അവർക്ക് കുറെ സ്കിൽസ് കൊടുത്ത് അവരെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയി വേറൊരു എക്സ്പീരിയൻസ് കൊടുത്ത് അവരെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെയാണ് അവരെ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അത്തരം ടീച്ചേഴ്സിനെ ഒരിക്കലും മറക്കില്ല. അവരുടെ മുഖവും അവർ പഠിപ്പിച്ച സബ്ജക്റ്റും ഇന്നും ഓർത്തു വയ്ക്കും. നെവർ. അത് കറക്റ്റ് ആണ് പറഞ്ഞത്. ബിക്കോസ് ആ ടീച്ചറിനെ ഞാൻ ഈ 50 year old ആയിട്ടും എനിക്ക് എന്റെ ഇംഗ്ലീഷ് ടീച്ചറിനെ മറക്കാൻ പറ്റില്ല. ബിക്കോസ് ഷീ ടോട്ട് ഇംഗ്ലീഷ് ത്രൂ ഡ്രാമ അന്നത്തെ കാലത്ത്. ഓക്കെ, അപ്പൊ ആ ടീച്ചറിനെ ഞാൻ ഇന്ന് മറന്നിട്ടില്ല. ആ ടീച്ചറിന്റെ ചില പോയിന്റ്സ് എടുത്തിട്ടാണ് ഞാൻ ഒരു കെമിസ്ട്രി ടീച്ചറായിട്ട് എന്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചത്. അതിന്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് രീതിയാണ് ഇന്ന് പോയി കാണുന്ന ഒരു വിഷ്വൽ ലേണിംഗ് എന്നൊക്കെ പറയുന്നത്. അന്നത് അവര് പ്രാക്ടിക്കൽ ആക്കിയിരുന്നു അല്ലെ ടീച്ചറെ? ശ്രീമതി ജ്യോതിലക്ഷ്മി ജയപ്രകാശിലേക്ക് പോകുന്നു. മുതിർന്ന അധ്യാപികയാണ്. ടീച്ചർ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പോളിസിയെക്കുറിച്ചും ആ പോളിസി വിഭാവനം ചെയ്യുന്ന കുറേ നന്മകളെക്കുറിച്ചും അതിൻ്റെ ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തു. കുട്ടികൾക്ക് ഇത് ഏത് രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നൊക്കെ. പക്ഷേ ഒരു പ്രവാസി മേഖലയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫിലെ വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ, പ്രത്യേകിച്ച് നമ്മൾ അതിലേക്ക് വന്നില്ല എങ്കിൽ പോലും മാതൃഭാഷയൊക്കെ പഠിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് നിർബന്ധമായിട്ടും. ഇതൊക്കെ ഒരു പ്രവാസ ലോകത്ത് എത്രമാത്രം ഒരു എക്സിക്യൂഷൻ ലെവൽ വരുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ കഴിയും? അക്കാര്യത്തിലെ ടീച്ചർ എത്രമാത്രം ആശങ്കയുണ്ട്? തീർച്ചയായിട്ടും നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ പുതിയതായിട്ട് വന്ന ഈ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് നീണ്ട 36 വർഷങ്ങൾക്ക് ശേഷമാണ്. അതൊരു വലിയ കാലയളവാണ്. ഒരുപക്ഷെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് നിലവിൽ വരേണ്ടതായിരുന്നു. കാരണം ഒരു നയം വന്നു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമായി അതിന്റെ പൂർണ്ണമായ ഒരു ഫലപ്രാപ്തിയിൽ എത്താൻ വർഷങ്ങളെടുക്കും. 1-2 ദിവസങ്ങളോ 1-2 വർഷങ്ങൾ കൊണ്ട് ഇത് നടക്കില്ല. അപ്പോ ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്താൻ ഇനി നമ്മൾ എത്ര വർഷം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഇത് പൂർണ്ണമായി ഇത് പ്രാവർത്തികമാക്കി അതൊരു നല്ല രീതിയിൽ എത്തിക്കണമെങ്കിൽ. അപ്പോൾ എന്തായാലും ഇതിനെ ഒരുപാട് ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു വിഷയമായതുകൊണ്ടും, പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം മറ്റൊരു രാജ്യമായതുകൊണ്ടും നമ്മൾ ഇതിനെപ്പറ്റി വളരെ ഇതായിട്ട് ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് നമ്മൾ ഇതിനെ ഉറ്റുനോക്കുന്നത്. കാരണം ഇതിന് ഏറ്റവും സുഭാഷ് സാറ് പറഞ്ഞതുപോലെ ആശാ മാഡം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വളരെ സന്തോഷം തോന്നുന്ന ചില പ്രത്യേകതകൾ ഇതിനുണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പറയാറുണ്ട് കതിരിൽ കൊണ്ടുവന്ന് വളം വെച്ചിട്ട് കാര്യമില്ല. അത് തന്നെയാണ് ഇവിടെയും. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് 3 വർഷം, അതായത് 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി ചേരുന്നതിന് തൊട്ട് മുമ്പുള്ള 3 വർഷം, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആ കാലയളവിന് പ്രാധാന്യം ഇതിൽ കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളായിക്കോട്ടെ മറ്റു രാജ്യങ്ങളായിക്കോട്ടെ, അവിടെയെല്ലാം ഈ ഒരു നിലയിലാണ് കുട്ടികൾ പോകുന്നത്. അപ്പൊ ഈ ഒരു നിലവാരത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾ നേരെ 1ാം ക്ലാസ്സിലോട്ട് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ വ്യത്യാസം, അവരെന്തെല്ലാം കാര്യങ്ങൾ കണ്ടും അറിഞ്ഞും പഠിച്ചാണ് വരുന്നത്. അപ്പോ അവരെ പരിഗണിക്കുക, ആ പ്രായത്തിലുള്ളവരെയും കൂടെ പരിഗണിക്കാൻ കഴിഞ്ഞത് ഒരു വളരെ നല്ല കാര്യമായിട്ട് തന്നെ, അതിന്റെ അടിസ്ഥാനമായ കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ മാതൃഭാഷയിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ച് അതിൽ പറയുന്നുണ്ട്, അത് നിർബന്ധമാക്കിയിട്ടില്ല. അതൊരു നിർബന്ധിതമായി കമ്പൽസറി ആയിട്ടുള്ള കാര്യമായിട്ടല്ല, അതും നമുക്ക് ഉൾപ്പെടുത്താം എന്നാണ് അതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോ ഈ കുട്ടികള് ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങള് പറഞ്ഞ് അവർ എക്സ്പീരിയൻസ് ചെയ്താണ്, സാർ പറഞ്ഞ പോലെ തന്നെ അവർ അനുഭവിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും ചെറുപ്പത്തിൽ കിട്ടുന്ന ഈ പരിശീലനം അവർക്ക് മുന്നോട്ടുള്ള അവരുടെ വിദ്യാഭ്യാസ കാലയളവിൽ ഒരുപാട് പ്രയോജനം ചെയ്യും. ഒന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു, ഇതിനകത്ത് ഏതെങ്കിലും തൊഴിലുകളെ പറ്റി മനസ്സിലാക്കുക, അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, അതും ഇതിനോടൊപ്പം അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറയുന്നതും ഒരു വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, ഇത് പ്രത്യേകിച്ചും ഈ നയങ്ങളെല്ലാം നമ്മുടെ സ്വപ്നങ്ങൾ മാത്രമാകാതെ അത് പ്രാവർത്തികമാക്കി എങ്കിൽ മാത്രമേ അത് പൂർത്തിയാകാൻ പറ്റുള്ളൂ. അപ്പൊ അതിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പഠനങ്ങൾ ഇതിലൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതൊരു നല്ല ഇതിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത്. ശരി, എന്തായാലും ഈ നയങ്ങളും ഈ തീരുമാനങ്ങളും ഇതൊക്കെയും അടിസ്ഥാനപരമായി ബാധിക്കുന്നത് കുട്ടികളെയാണ്. സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇതിനെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നതെന്ന്
ഒരു രക്ഷകർത്താവ് തന്നെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ആധികാരികമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീമതി സന്ധ്യ പ്രേംചന്ദിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രീമതി സന്ധ്യ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലായിരുന്നു പലപ്പോഴും സ്കൂളുകൾ പ്രവർത്തിച്ചിരുന്നത്. കാരണം ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകൾ പലപ്പോഴും പഠിക്കേണ്ടി വരുന്നു. പരീക്ഷകൾക്ക് പലപ്പോഴും ബൈഹാർട്ട് ചെയ്ത് ആൻസർ ഷീറ്റിൽ എഴുതേണ്ടി വരുന്നു. ഇത്തരമൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. മാത്സ് പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടിയും ഫോഴ്സ്ഡ് ആണ്, അത് പഠിച്ചേ പറ്റുമെന്ന്, കാരണം ഒരു അക്കാഡമിക്സ് കഴിഞ്ഞു പോകണം. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. അത് പഠിക്കുന്നതോടൊപ്പം തന്നെ കുറച്ചും കൂടി ആർട്ട് എഡ്യൂക്കേഷന് കൂടി സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി റിലാക്സ്ഡായി പഠിക്കാം എന്നുള്ള ഒരു സാധ്യത അവൻ്റെ മുൻപിലുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു രക്ഷകർത്താവ് എന്ന രീതിയിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുന്ന ഇത്തരം കാര്യങ്ങൾ അതിലേക്ക് വ്യാപൃതരാവാൻ അവർക്ക് കഴിയുമ്പോൾ എത്രമാത്രം എഡ്യൂക്കേഷൻ്റെ ഒരു ക്വാളിറ്റി കൂടുമെന്ന് താങ്കൾ കരുതുന്നു? നമസ്തേ. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ ജനം ടിവിക്ക് എന്റെ നന്ദി. ഇപ്പൊ പറഞ്ഞു വന്നതുപോലെ ഇപ്പം എനിക്ക് 2 കുട്ടികളാണ്. അപ്പം ഞാൻ എപ്പോഴും അവരെ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചിന്തിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും അട്രാക്റ്റീവായിട്ടും എനിക്ക് തോന്നിയ നമ്മുടെ ഈ ദേശീയ നയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ, അതായത് പ്ലസ് 2 10th എക്സാമിനേഷൻ വളരെ കാഷ്വലായി, അതായത് ഒരു സ്ട്രെസ് ഫ്രീ എക്സാമിനേഷൻ ആക്കി മാറ്റിയിരിക്കുന്നു. അതായത് മുമ്പ് ഒരു ബോർഡ് എക്സാമിനേഷൻ ഒരു കുട്ടി പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു യുദ്ധത്തിനുള്ള പുറപ്പാട് പോലെയാണ്. വീട്ടുകാരുടെയും കുട്ടിയുടെയും ആ സ്കൂളിന്റെയും, ഇനി ആരെങ്കിലും വഴിക്ക് വെച്ച് കണ്ടിട്ട് ആ മോനെ നീ 10th പഠിക്കുന്നത്, അയ്യോ ബോർഡ് എക്സാം ആണല്ലോ അല്ലെ 12th ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പിള്ളേരെയും പേടിപ്പിക്കും. അങ്ങനെ ആകെ കൂടെ പേടി. പക്ഷെ ഈ ഒരു നയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബോർഡ് എക്സാമിനേഷന് 2 ഓപ്ഷനാണ്. അതായത് ഒരു മെയിൻ എക്സാമിനേഷൻ, ആ മെയിൻ എക്സാമിനേഷനിൽ കുട്ടികൾ എഴുതുക പരീക്ഷ. ഇനി അഥവാ അവർക്ക് അതിൽ മാർക്ക് കുറഞ്ഞു എന്ന് തോന്നുവാണെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെന്റിനുള്ള സ്കോപ്പ് കൂടെ ഉണ്ട്. അപ്പൊ ഒരു ഇമ്പ്രൂവ്മെന്റ് എക്സാമിനേഷൻ. അപ്പം അതിൽ നിന്ന് തന്നെ കുട്ടികൾ കുറച്ച് റിലാക്സ്ഡ് ആയി. ഇതിൽ അല്പം മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം പോയി എന്നൊന്നും അവർ ചിന്തിക്കുകയില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം, സിലബസിന്റെ ഒരു ബൾക്കിനെസ്, ഒരുപാടുള്ള ആ ഒരു സിലബസിന്റെ ഒരു റിഡക്ഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് വാരിക്കോരി പഠിക്കാതെ അതിന് കുട്ടികൾക്കൊരു റിലാക്സേഷൻ കൊടുത്തുകൊണ്ട് ഉള്ള ഒരു പഠന രീതി, അത് നമ്മുടെ ഈ നയത്തിന്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ വേറെ ഒരു കാര്യം, ഇപ്പോൾ അത് നിലവിലുണ്ട്. മാത്സും മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് 2 ലെവലാണ്, സ്റ്റാൻഡേർഡ് ലെവലും ഹയർ ലെവലും ഉണ്ട് മാത്സിന്. അതുപോലെ ഇനി മറ്റുള്ള വിഷയങ്ങളിലും ഇതേ ഒരു രീതി അവലംബിക്കാൻ ഈ നയം പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ലെവലാണ് എങ്കിൽ നമുക്ക് ഒരു ബേസിക് ആയിട്ട് വേണ്ട ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കിട്ടുന്നുണ്ട്. ഇനി അതല്ല, അതിൽ കൂടുതൽ ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ അവർക്ക് ഹയർ ലെവലിലേക്ക് മാറാം. അതിനും കുട്ടികൾക്കാണ് ഒരു ചോയ്സ് ഉള്ളത്. അപ്പം പറയുകയാണെങ്കിൽ കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റും അവർക്ക് ഈ ഒരു വിഷയങ്ങൾ. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്, ഒരു കുട്ടി 10th ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവനെ അലട്ടുന്ന ചിന്ത ഏത് സ്ട്രീമിലേക്ക് പോകണം. അപ്പം കുട്ടി ഒരുപക്ഷെ സയൻസിനോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ പോട്ടെ ഒരു ഹിസ്റ്ററിയോ ജിയോഗ്രഫിയോ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ ഈ ഒന്നെങ്കിൽ അവൻ സയൻസ് സ്ട്രീം എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ അവനെ തളച്ചിടണം, അല്ലെങ്കിൽ അവന് ഹ്യൂമാനിറ്റീസിൽ പോകണം. അല്ലാതെ ഇതിനെ നമുക്കൊരു മിക്സപ്പ് ചെയ്ത് ഒരിക്കലും സയൻസ് സ്ട്രീമിലുള്ള ഒരാള് ഹിസ്റ്ററി പഠിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ലായിരുന്നു. അപ്പം കുട്ടിക്കും ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനം എടുക്കാൻ പ്രയാസം, പേരൻസ് എന്ന നിലയ്ക്ക് നമുക്കും പ്രയാസമാണ്. അപ്പം നമ്മുടെ ഈ നയത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നീ അതിർവരമ്പുകൾ അലിഞ്ഞില്ലാതാവുകയാണ്. അതായത് ഒരു സയൻസ് സ്ട്രീമിലുള്ള ഒരാൾക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞതുപോലെ അവർക്കൊരു എന്താ പറയുന്ന ഒരു മ്യൂസിക്കിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അതും പഠിക്കാം. അതല്ല പിന്നെ ഒരു ഹിസ്റ്ററിയോട് കൂടുതൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ബയോളജി എടുത്തുകൊണ്ട് ഹിസ്റ്ററിയും പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട്സ് ധാരാളമായിട്ട് ഇവിടെ വരുന്നു എന്ന് പറയുന്നത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. പിന്നീട് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി മുതൽ ഡ്രോപ്പ് ഔട്ട് എന്നൊരു കാര്യമേ ഇല്ല. നമ്മൾ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും എന്ത് പഠിച്ചാൽ, ഞാൻ കോളേജില്
രണ്ടാമത്തെ വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കല്യാണമായി പോയി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആയി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട്. അപ്പൊ അവർക്ക് ഒരുപക്ഷെ ഇനി തിരിച്ച് പഠിക്കാൻ വരണമെങ്കിൽ തന്നെ അവർ ഇനി ആദ്യം മുതൽ ഒന്നാമത്തെ വർഷത്തിൽ നിന്ന് തുടങ്ങണമായിരുന്നു. പക്ഷെ ഈ ഒരു പോളിസിയോട് കൂടി അവർക്ക് ഏത് എപ്പോഴും ഒരു എക്സിറ്റ് എൻട്രി ചാൻസ് ഉണ്ട്. അപ്പൊ അത് വളരെയധികം അവർക്ക് എന്താ പറയുന്നത്, അവർ പഠിച്ചുകൊണ്ട് ഏത് പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തിയോ ആ പോയിന്റ് വരെയുള്ള കാര്യങ്ങൾ അവർക്കുള്ളതാണ്. ഇനി അതിന്റെ ബാക്കി അങ്ങോട്ട് തുടർന്ന് പഠിച്ചാൽ മതി. അത് ഒരു ആള് എത്രത്തോളം പഠിച്ചു എന്ന് പറയുന്ന അത്രയും നാൾ അവർ പഠിച്ചത് അവർക്ക് കാമ്പായിട്ട് അവർക്കുണ്ട് എന്നുള്ളത് ഒരു വളരെ നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഡിഗ്രി എക്സാമിനേഷൻ, ഡിഗ്രി കോഴ്സ് ടൈം എന്ന് പറഞ്ഞാൽ 4 വർഷമാണ്. അപ്പൊ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി തുടർന്ന് അങ്ങോട്ട് പഠിക്കാൻ പറ്റുന്നില്ല, അവർ പോവുകയാണെങ്കിൽ അവർക്കൊരു സർട്ടിഫിക്കറ്റ് വിത്ത് ക്രെഡിറ്റ്സ് എന്നുള്ളൊരു രീതിയിലാണ് അവർക്ക് കിട്ടുക. ഇനി അഥവാ രണ്ടാമത്തെ വർഷമാണ് അവർ പഠിത്തം നിർത്തുന്ന ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്കൊരു ഡിപ്ലോമ വിത്ത് ക്രെഡിറ്റ്സ് ആണ് കിട്ടുക. ഇനി 3-ാം വർഷമാണ് അവർ പോകുന്നതെങ്കിൽ അവർക്കൊരു ഡിഗ്രി തന്നെ കിട്ടുകയാണ്. ഇനി 4-ാമത്തെ വർഷമാണ് അവർ പോകുന്നതെങ്കിൽ അവർക്ക് റിസർച്ച് ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പൊ അവർക്ക് വീണ്ടും ഇനി ഒരു PG ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ 1 വർഷം പഠിച്ചാൽ മതിയോ? നമ്മളൊക്കെ പഠിച്ച കാലത്ത് 2 വർഷമായിരുന്നു. അപ്പോ അത് ആ ഒരു ഡിഗ്രി ആ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം കുട്ടികളെ അതായത് കുട്ടികളെ കുറച്ചെങ്കിലും പഠിത്തത്തിൽ നിന്നും ഉഴപ്പാൻ തോന്നിയാൽ പോലും എല്ലാ രീതിയിലും എൻകറേജ് ചെയ്യുന്നുള്ള ഒട്ടേറെ മൊഡ്യൂൾസ് ഉണ്ട് ഈ ഒരു പാക്കേജിൽ എന്ന് നമുക്ക് എന്തായാലും ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും, അല്ലേ? ശരി, ഡോക്ടർ സുഭാഷ് ബി നായരിലേക്ക് പോകുന്നു. സർ, ഇവിടെ ഇപ്പോൾ ഓരോരുത്തരും പങ്കുവച്ച അവരുടെ വ്യൂസ് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിനുള്ള താങ്കളുടെ ഒരു നിരീക്ഷണം വേണം. അതോടൊപ്പം തന്നെ ഇത് ഈ പോളിസിയിലുള്ള ഒരു വലിയ ഒരു പ്ലസ് ആയിട്ട് പലരും വ്യാഖ്യാനിക്കുന്നത്, കാരണം ഇന്ത്യയിലുള്ള പല കുട്ടികൾക്കും പലപ്പോഴും അവരുടെ പ്രാദേശിക ഭാഷകൾ അറിയില്ല എന്നുള്ളതാണ്. അതായത് പ്രവാസ ലോകത്തെത്തുമ്പോൾ അതിനുള്ള അവസരം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതുകൂടി മാറുക, അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസിക് ഭാഷകൾ പഠിക്കുക, നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം അറിയുക, നമ്മുടെ വൈവിധ്യങ്ങൾ അറിയുക, ഇത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകൾ കൂടി പുതിയ ഒരു പോളിസി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മാതൃഭാഷ അറിയുമ്പോൾ മാത്രമേ ആ രീതിയിൽ മാതൃഭാഷയോട് ചേർത്ത് നിർത്തി അവന് ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ, അത്തരം ഇമോഷൻസ് ഉണ്ടാവുകയുള്ളൂ. അവിടെ പലപ്പോഴും ഇതുവരെയും അതിനുള്ള ഒരു സാധ്യത വളരെ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിരുന്നു, ഇല്ല എന്നല്ല, വളരെ ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി ഇപ്പോൾ വളരെ വൈഡായിട്ടുള്ള ഒരു ക്യാൻവാസ് അവൻ്റെ മുമ്പിൽ തുറന്നു കിട്ടുകയാണ്. അതിനെ വലിയൊരു സാധ്യതയായിട്ട് കൂടി കാണേണ്ട ഒരു സമയമല്ലേ ഇത്? തീർച്ചയായും ഈ മൾട്ടി ലിംഗ്വൽ അപ്രോച്ച് ഇൻ എഡ്യൂക്കേഷൻ അത് വളരെയധികം പേരും ട്രൈ ചെയ്യാത്ത ഒരു പെഡഗോജിയാണ്. ഇപ്പോ ഈ പോളിസി അനുസരിച്ച് പ്രീ സ്കൂൾ അല്ലെങ്കിൽ പ്രൈമറി ലെവൽ, ആ ഫൗണ്ടേഷൻ ലെവലിലെ കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷ പഠിക്കണം എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. ഭാഷ പഠിക്കാൻ ഏറ്റവും നല്ലത് ചെറിയ കുട്ടിക്കാലം തന്നെയാണ്. പക്ഷെ ഇതുവരെ നമ്മൾ ആ ഒരു കമ്പൽഷൻ ഇല്ലാതിരുന്നുകൊണ്ട് അതിന് മുതിർന്നില്ല. ഇപ്പോ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ എങ്ങനെ എല്ലാ കുട്ടികൾക്കും അവരുടെ ഭാഷ പഠിപ്പിക്കും എന്നുള്ള ഒരു രീതി, അതല്ലെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണല്ലോ, അപ്പൊ അതിനല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ആ ഒരു അപ്രോച്ച് ആയിരുന്നു. പക്ഷെ അത് തീർച്ചയായിട്ടും മാറ്റാം, വളരെ ഈസി ആയിട്ട് മാറ്റാം. എല്ലാവരും സംശയിക്കുന്ന പോലെ അത്ര ഡിഫിക്കൽട്ട് അല്ല ഇത്. ഞാൻ പറയുന്നത്, ഈവൻ ഞങ്ങളുടെ സ്കൂളില് KG സ്റ്റുഡൻസിന് മൾട്ടി ലിംഗ്വൽ അപ്രോച്ചാണ് ഞങ്ങൾ അവലംബിക്കുന്നത്. ആദ്യത്തെ കുറെ മാസങ്ങൾ ഇംഗ്ലീഷ് മാത്രമല്ല മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അവരുടെ ഭാഷ കൂടി ചേർത്ത് പഠിപ്പിച്ചാണ് അവർക്ക് ആ ഒരു കംഫർട്ട് ലെവലിലേക്ക് അവർ എത്തുന്നത്. പിന്നെ ഗ്രാജുവലി അവർക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസസ് മനസ്സിലാകും എന്ന ഒരു നില വരുമ്പോഴാണ് ഇംഗ്ലീഷിലേക്ക് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മാറ്റുന്നത്. അത് ഞങ്ങളുടെ അനുഭവം അനുസരിച്ച് ഏതാനും മാസങ്ങൾ കൊണ്ട് കുട്ടികൾ ആ ഒരു നിലയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഒരു ഭാഷ പഠിക്കാൻ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ പാൻഡമിക് ടൈമില് റിമോട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കാനായിട്ട്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ലാംഗ്വേജ് പഠിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ടൂൾസ് ആണ് നമ്മുടെ റിമോട്ട് പ്ലാറ്റ്ഫോമിലുള്ളത്. ഒരു ക്ലാസ് റൂമിൽ, ഫിസിക്കൽ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാംഗ്വേജ് പഠിക്കാൻ റിമോട്ട് പ്ലാറ്റ്ഫോമിൽ പറ്റും. അങ്ങനെയാകുമ്പോൾ എല്ലാ
ഇന്ത്യൻ ഭാഷകളും പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന ഒരു ന്യായം സ്കൂളിന് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. റിമോട്ട് പ്ലാറ്റ്ഫോമിൽ ആ കുട്ടിയെ ഒരു എക്സ്പേർട്ട് പഠിപ്പിക്കാം. സ്കൂളിന് ആ ഒരു എക്സ്പേർട്ടിനെ കണ്ടെത്താനുള്ള ബാധ്യതയുണ്ട്. അപ്പൊ ഈ 3 ലാംഗ്വേജ് ഫോർമുലയുടെ കൂടെ തന്നെ മാതൃഭാഷ പഠിക്കാനുള്ള ഒരു അവസരം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സ്കൂളുകൾക്ക് പറ്റും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് എക്സാമിനേഷൻ റീഫോംസിനെ പറ്റിയാണ്. ഈ പോളിസീസ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ടൂൾ എക്സാമിനേഷൻ റിഫോം തന്നെയാണ്. അപ്പൊ ഈ പോളിസിയുടെ കൂടെ തന്നെ ഈ എക്സാം റിഫോമിനെ പറ്റിയും പരാമർശിക്കുന്നത് അതിന് കൂടുതൽ ബലം നൽകുന്നു. ഇപ്പൊ ഈ എക്സാം അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന ഒരു പോളിസിയിലാണ് എക്സാം ഇനിയിപ്പോ നടക്കാൻ പോകുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ എക്സാം ഡിസൈഡിങ് ദ ഫേറ്റ് ഓഫ് ദ ചൈൽഡ്. ഒരു കണ്ടിന്യൂസ് അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഈ അസസ്മെന്റും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആകും. സ്കൂൾസും ടീച്ചേഴ്സും അത് കെയർഫുൾ ആയിട്ട് എക്സസൈസ് ചെയ്താൽ കുട്ടിക്ക് പഠിക്കാനൊരു അവസരമാണ് ഈ അസസ്മെന്റ്സും. അപ്പോൾ എക്സാമിന് പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു എൻജോയബിൾ എക്സ്പീരിയൻസ് കൊടുക്കേണ്ടത് ടീച്ചേഴ്സാണ് അല്ലെങ്കിൽ സ്കൂൾസാണ്. അപ്പൊ ആ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഒരു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണത് സാർ പറഞ്ഞ, വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് സാർ കണ്ടിന്യൂ. സോ ഈ ട്രെയിനിങ് കൊടുക്കുന്ന കാര്യം കൂടി വളരെ അടിവരയിട്ട് ഈ പോളിസിയിൽ പറയുന്നു. അപ്പൊ വെറുതെ പറയുകയല്ല. സോ ഇതാണ് നമ്മൾ ഈ ഗവൺമെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം. പറയുക മാത്രമല്ല, കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും വലിയ കാലതാമസമില്ലാതെ പ്രാവർത്തികമാക്കാനും പറ്റുന്നുണ്ട്. കാരണം ദീക്ഷ പോർട്ടൽ നോക്കുക, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ട്രാൻസ്ഫർ, ദീക്ഷ പോർട്ടൽ. ടീച്ചേഴ്സിന് കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുക്കാനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞു, MHRDയുടെ കീഴിൽ. അതിപ്പോ എഡ്യൂക്കേഷൻ മിനിസ്ട്രി തന്നെ അറിയപ്പെടും ആസ് പെർ ദ പോളിസി. അപ്പോ ഈ ദീക്ഷ പോർട്ടൽ വഴി വളരെ റിലവന്റ് ആയിട്ടുള്ള കോഴ്സസ്, ഇൻ സർവീസ് കോഴ്സസ് ടീച്ചേഴ്സിന് ഓൾറെഡി കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇതൊരാരംഭം മാത്രം. വളരെ റെലവെന്റ് ആയിട്ടുള്ള കോഴ്സസ് ടീച്ചേഴ്സിന് കൊടുക്കുക. അപ്പൊ ടീച്ചേഴ്സിനെ എംപവർ ചെയ്യുക എന്നുള്ള ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് സ്വയം പോർട്ടൽ. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഏത് കോഴ്സും അവർക്ക് ഈ സ്വയം പോർട്ടൽ വഴി ചെയ്യാം. വളരെ അവർക്ക് എക്സ്പെൻസ് ഒന്നുമില്ല. വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ട് ഒരു കോഴ്സ് ചെയ്യാൻ അവർക്ക് ഈ സ്വയം പോർട്ടൽ വഴി, ഗവൺമെന്റിന്റെ ഈ സ്വയം പോർട്ടൽ വഴി പറ്റും. അപ്പൊ ഈ കോഴ്സസ് കുറച്ചും കൂടെ റിഫൈൻ ചെയ്ത് ബെസ്റ്റ് കോഴ്സസ് ആക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ടീച്ചേഴ്സിനും എഡ്യൂക്കേഷണലിസ്റ്റിനും ബാക്കി നിൽക്കുന്നു.